യുദ്ധഭീതിയിൽ പാകിസ്ഥാൻ. ഭാരതത്തിൻ്റെ നടപടി യുദ്ധത്തിന് വഴിയൊരുക്കുമെന്ന് പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ്. ഭാരതവുമായുള്ള നയതന്ത്ര സംഘർഷം വർദ്ധിച്ചു വരുന്നതിനാൽ പാകിസ്ഥാൻ സൈന്യം ഏത് സാഹചര്യം നേരിടാനും തയ്യാറാണെന്നും പാക് പ്രതിരോധ മന്ത്രി പറഞ്ഞു. ടെലിവിഷൻ അഭിമുഖത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ പരാമർശം. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേർന്നു. ജിഷ്ണു, പാകിസ്ഥാൻ തന്നെ സമ്മതിക്കുകയാണ് ഭാരതം ഇക്കാര്യത്തിൽ ഭാരതത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്ന പ്രകോപനം അവർ തിരിച്ചറിയുന്നു, അവർ ഭയപ്പെടുന്നു. ഈ ഒരു സാഹചര്യം, യുദ്ധസമാനമായ സാഹചര്യമുണ്ട് എന്ന് പാകിസ്ഥാൻ തന്നെ സമ്മതിക്കുകയാണ്. കാരണം ഈ തീവ്രവാദികൾക്ക് ഒളിഞ്ഞും തെളിഞ്ഞും എല്ലാ പിന്തുണയും പാകിസ്ഥാനാണ് നൽകുന്നത് എന്ന് കൃത്യമായ ചില തെളിവുകളോടെ ഭാരതം അത് ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ ഏത് നിമിഷവും യുദ്ധമുണ്ടാകാനുള്ള ഒരു സാഹചര്യമുണ്ട് എന്ന് പാകിസ്ഥാൻ ഭയക്കുന്നു, തിരിച്ചറിയുന്നു. അങ്ങനെ തന്നെയല്ലേ ജിഷ്ണു കൃഷ്ണൻ? വിനോദ്, പഹൽഗാമിൽ രാജ്യത്തിന് നഷ്ടപ്പെട്ടിട്ടുള്ള 26 ജീവനുകൾക്ക് അതിശക്തമായ ഭാഷയിൽ തിരിച്ചടി നൽകാൻ, അത് നയതന്ത്ര തലത്തിലും സൈനിക തലത്തിലും അതിശക്തമായ ഭാഷയിൽ തിരിച്ചടി നൽകാനുള്ള നടപടികളും നീക്കങ്ങളും ഭാരതം നടത്തുന്നതോടെയാണ് ഒരു യുദ്ധഭീതിയിലേക്ക് പാകിസ്ഥാൻ എത്തുന്നത്. കാരണം നിലവിലെ സാഹചര്യത്തിൽ ഭാരതം എന്നുള്ളത് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ തന്നെ ഒരു വലിയ സാമ്പത്തിക സൈനിക ശക്തിയാണ്. ഒരു തുറന്ന യുദ്ധത്തിലേക്ക് ഭാരതം കടന്നാൽ അത് താങ്ങുന്നതിനോ അത് നേരിടുന്നതിനുള്ള ഒരു ശക്തിയും പ്രാപ്തിയും നിലവിൽ പാകിസ്ഥാൻ ഇല്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ തകർന്നടിയുമെന്ന തിരിച്ചറിവ് പാകിസ്ഥാനുണ്ട്. അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര തലത്തിൽ ഒരു യുദ്ധമുണ്ടാകാൻ പോകുന്നു എന്ന സൂചന നൽകാനാണ് പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിലുപരി യുദ്ധസമാനമായ തയ്യാറെടുപ്പുകൾ ഭാരതത്തിന്റെ ഭാഗത്തുനിന്ന് ജമ്മു കശ്മീരിലും ഒപ്പം കര, വ്യോമ, സമുദ്ര അതിർത്തിയിലും ഇതിനോടകം തന്നെ നടത്തിയിട്ടുണ്ട്. സമുദ്ര അതിർത്തിയിൽ യുദ്ധക്കപ്പലുകളും വ്യോമ അതിർത്തിയിൽ ഭാരതത്തിൻ്റെ വ്യോമസേനയുടെ ഏറ്റവും അത്യാധുനിക യുദ്ധവിമാനങ്ങളും ഒപ്പം കരയിൽ അത്രയധികം ടാങ്കറുകളും ഉൾപ്പെടെ നിരത്തിക്കൊണ്ട് യാതൊരു തരത്തിലും തിരിച്ചൊരു അക്രമം ഇനി ഉണ്ടാകാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ടാണ്, പ്രതിരോധ നടപടികൾ സ്വീകരിച്ചുകൊണ്ടാണ് ഭാരതം തിരിച്ചടി ശക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. ജമ്മു കാശ്മീരിൽ തന്നെ വിവിധ ഇടങ്ങളിൽ, വിവിധ സെക്ടറുകളിൽ ഭീകരർക്ക് വേണ്ടിയുള്ള പരിശോധനയും ഏറ്റുമുട്ടലുകളും തുടരുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. അതിർത്തിയിൽ നുഴഞ്ഞുകയറ്റം 1% പോലും ഉണ്ടാകാതിരിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ട്. അത്തരത്തിൽ ഏത് സാഹചര്യവും നേരിടാൻ തക്ക യുദ്ധസമാനമായിട്ടുള്ള തയ്യാറെടുപ്പുകൾ ഇതിനോടകം തന്നെ ഭാരതം നടത്തിയിട്ടുണ്ട്. ഈ തയ്യാറെടുപ്പുകളും നീക്കങ്ങളും കണ്ട് ഭയന്ന് തന്നെയാണ് ഒരു യുദ്ധത്തിന് സാധ്യതയുണ്ട് എന്നും ഒപ്പം പഹൽഗാം ഭീകരാക്രമണം ഒരു യുദ്ധത്തിലേക്ക്, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ, ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഒരു യുദ്ധത്തിലേക്ക് പഹൽഗാം ഭീകരാക്രമണം കൊണ്ടുചെന്ന് എത്തിക്കുന്നു എന്ന പ്രതികരണം ഒരു ചാനലിന് നൽകിയിട്ടുള്ള അഭിമുഖത്തിൽ പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് നടത്തിയിട്ടുള്ളത്. കാരണം നിലവിൽ ലോക രാഷ്ട്രീയത്തിൽ തന്നെ രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് ഭീകരവാദ ശക്തികൾക്കുമൊപ്പം ഭീകരവാദത്തിന് പിന്തുണ നൽകുന്നവർക്കും ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള തിരിച്ചടിയായിരിക്കും പഹൽഗാമിൽ വീണ ചോരയ്ക്ക് ഭാരതം നൽകുക എന്ന സൂചനയും എന്ന വിലയിരുത്തലുകളും ദേശീയ തലത്തിലും അന്താരാഷ്ട്ര തലത്തിലുമുണ്ട്. അതുകൊണ്ട് അത്തരത്തിലൊരു തിരിച്ചടി എങ്ങനെ ഉണ്ടാകുമെന്ന് ഊഹിക്കാൻ പോലും സാധിക്കാത്ത തരത്തിൽ, അതായത് എവിടെയായിരിക്കും അടി കിട്ടുക എന്ന് പോലും ഊഹിക്കാൻ സാധിക്കാത്ത തരത്തിലാണ് പാകിസ്ഥാനുള്ളത്. അത്തരത്തിൽ തിരിച്ചടികൾ നേരത്തെ ഉറിക്കും പുൽവാമയ്ക്കുമെല്ലാം ഭാരതം ഏത് രീതിയിലാണ് മറുപടി നൽകിയത് എന്നതിൻ്റെ ഉദാഹരണങ്ങൾ നമുക്ക് മുൻപിലുണ്ട്. അത്രയധികം രാജ്യത്തെ വേദനയിലാഴ്ത്തിയ, അത്രയധികം രാജ്യത്തെ ജനങ്ങളുടെ മനസ്സിൽ മുറിവ് വരുത്തിയ സംഭവമാണ് പഹൽഗാമിൽ ഉണ്ടായിട്ടുള്ളത്. രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ മതപരമായിട്ടുള്ള വേർതിരിവുണ്ടാക്കുന്നതിനും സംഘർഷവും കലാപവും പോലും ആസൂത്രണം ചെയ്തുകൊണ്ടാണ് ലഷ്കർ-ഇ തൊയ്ബ, പാക് കേന്ദ്രീകൃത ഭീകര സംഘടനകളായിട്ടുള്ള ലഷ്കർ-ഇ തൊയ്ബയും ജെയ്ഷെ മുഹമ്മദും പാക് ചാരസംഘടനയായിട്ടുള്ള ISIയും ചേർന്നുകൊണ്ട് പഹൽഗാമിൽ ആളുകളുടെ മതം ചോദിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഭീകരാക്രമണം നടത്തിയിട്ടുള്ളത്. അതിനെതിരെയുള്ള നടപടികൾ നയതന്ത്ര തലത്തിലും സൈനിക തലത്തിലും ഭാരതം ശക്തമായി മുൻപോട്ട് കൊണ്ടുപോകുമ്പോഴാണ് പഹൽഗാം ഭീകരാക്രമണം ഒരു യുദ്ധത്തിന് വഴിവെക്കും എന്ന പ്രതികരണം പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രി തന്നെ നടത്തിയിട്ടുള്ളത്. നിലവിൽ പാകിസ്ഥാനെതിരെ സൈനിക തലത്തിലും നയതന്ത്ര തലത്തിലും നടപടികൾ ശക്തമാക്കിയിട്ടുണ്ട്. പാക് പൗരന്മാരോട് രാജ്യം വിടാൻ ആവശ്യപ്പെട്ടു. ഹൈക്കമ്മീഷനിലെ സൈനിക ഉദ്യോഗസ്ഥരോട് ഒരാഴ്ചയ്ക്കകം രാജ്യം വിടാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സിന്ധു നദീജല കരാർ റദ്ദാക്കുന്നു. ഭാരതത്തിൽ വിവിധ കേന്ദ്രമന്ത്രിമാർ, പ്രതിരോധ മന്ത്രിയും ആഭ്യന്തരമന്ത്രിയും നിരവധി തവണ തുടർച്ചയായിട്ടുള്ള യോഗങ്ങൾ, അത് നയതന്ത്ര തലത്തിലും സൈനിക തലത്തിലും സ്വീകരിക്കുന്ന നടപടികളുടെ ഭാഗമായി
തുടർച്ചയായ യോഗങ്ങൾ ഡൽഹിയിലും ജമ്മു കാശ്മീരിലും എത്തുന്നു. കര, വ്യോമ, നാവികസേനയോട് അതീവ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. വിനോദ്. തീർച്ചയായും യുദ്ധഭീതിയിലാണ് പാകിസ്ഥാൻ. ഭാരതത്തിൻ്റെ നടപടി യുദ്ധത്തിന് വഴിയൊരുക്കുമെന്ന് പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് ആശങ്ക പങ്കുവെക്കുന്നു. ഭാരതവുമായുള്ള നയതന്ത്ര സംഘർഷം വർദ്ധിച്ചു വരുന്നതിനാലാണ് പാകിസ്ഥാൻ സൈന്യം ഏത് സാഹചര്യം നേരിടാനും തയ്യാറാകണമെന്നുള്ള നിർദ്ദേശവും പാക് പ്രതിരോധ മന്ത്രി മുന്നോട്ട് വെക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ജിഷ്ണു കൃഷ്ണൻ.